രാത്രി സമയങ്ങളിലെ ട്രെയിൻ യാത്രകൾ പല സ്ത്രീകൾക്കും ഭീതിപ്പെടുത്തുന്ന ഓർമ്മകളാണ്. പ്രത്യേകിച്ച് തനിച്ച് യാത്ര ചെയ്യുമ്പോൾ ഇരുട്ടിൻ്റെ മറവിൽ പല അതിക്രമങ്ങളും തുറിച്ചുനോട്ടങ്ങളും നേരിട്ടവരുണ്ട്. എന്നാൽ കൊച്ചുകുട്ടികളെപ്പോലും വേട്ടയാടുന്ന ചില മനുഷ്യ മൃഗങ്ങളെയും സൂക്ഷിക്കണം. കൊല്ലം പുനലൂരിൽ ട്രെയിൻ യാത്രയ്ക്കിടെ ഒരു പെൺകുട്ടിക്ക് നേരിട്ട ദുരനുഭവം ഒറ്റപ്പെട്ട സംഭവമല്ല. മുത്തശ്ശനോടൊപ്പം ഉറങ്ങിക്കിടന്ന 6 വയസ്സുകാരിയെ മറ്റൊരു യാത്രക്കാരൻ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. കേസിൽ കൊല്ലം വടക്കേകുള സ്വദേശി സാനിഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിന് ദൃക്സാക്ഷിയായ മറ്റൊരു യാത്രക്കാരൻ്റെ ഇടപെടലാണ് പ്രതിക്ക് കുരുക്കായത്. തമിഴ്നാട്ടിൽ നിന്നും മുത്തശ്ശനൊപ്പം കേരളത്തിൽ തീർത്ഥാടനത്തിനായി എത്തിയതാണ് 6 വയസ്സുകാരി. പാലരുവി എക്സ്പ്രസിൽ മടങ്ങിപ്പോകുന്നതിനിടെയാണ് ക്രൂരമായ പീഡനം നടന്നത്. കമ്പാർട്ട്മെന്റിലുണ്ടായിരുന്ന മറ്റൊരു യാത്രക്കാരൻ തെളിവിനായി വീഡിയോ ചിത്രീകരിച്ചത് നിർണായകമായി. കൊല്ലം മയത്തിൽ 40 വയസ്സുള്ള സാനിഷാണ് പോലീസ് പിടിയിലായത്. ഇവർ തെങ്കാശിയിൽ നിന്ന് കേരളത്തിലേക്ക് എടത്തുവ പള്ളിയിലേക്ക് തീർത്ഥാടന യാത്രയ്ക്ക് വന്നതാണ്. തുടർന്ന് തിരിച്ച് തിരുവല്ലയിൽ നിന്ന് തെങ്കാശിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. പാലരുവി എക്സ്പ്രസിലായിരുന്നു. വെളുപ്പിന് 1:30-ക്കായിരുന്നു ഈ സംഭവം നടക്കുന്നത്. കുട്ടി ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു. ജനറൽ കമ്പാർട്ട്മെന്റിൽ നിലത്ത് ഉറങ്ങിക്കിടക്കായിരുന്നു. അപ്പൂപ്പന്റെ കൂടെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഇയാൾ ആംഗിൾ തൊട്ടടുത്ത് വന്ന് എടുത്തിട്ട് അയാളുടെ സീറ്റിലേക്ക് പോവുകയും ഈ കുട്ടിയെ ക്രൂരമായ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുകയും ചെയ്തു. ഇത് തൊട്ടടുത്ത സീറ്റിൽ യാത്ര ചെയ്തിരുന്ന ഒരു സ്ത്രീ കണ്ടു. അവർ അത് ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പാലരുവി എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ മുത്തശ്ശനൊപ്പം യാത്ര ചെയ്തിരുന്ന കുട്ടി പ്ലാറ്റ്ഫോമിൽ കിടന്ന് ഉറങ്ങുന്നതിനിടെയാണ് ഉറക്കത്തിൽ എടുത്തുകൊണ്ടുപോയി അതിക്രൂരമായി പീഡിപ്പിച്ചത്. സംഭവത്തിന് ദൃക്സാക്ഷിയായ യാത്രക്കാരൻ പ്രതി രക്ഷപ്പെടാതെ തന്ത്രപൂർവ്വം ഇടപെട്ട് പോലീസിൽ വിവരം നൽകിയതാണ് പ്രതിയെ പിടികൂടാൻ നിർണായകമായത്. പുനലൂർ റെയിൽവേ പോലീസ് SHO PK പ്രദീപ്, ഉദ്യോഗസ്ഥരായ പ്രേംകുമാർ, കണ്ണൻ, ധനേഷ്, രതീഷ്, മുഹമ്മദ് ഷാഫി എന്നിവരാണ് പ്രതിയെ പിടികൂടാൻ നേതൃത്വം നൽകിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. News 18 പുനലൂർ.